നമുക്കുള്ളൊരു സ്വഭാവമാണ് പഴയ കാര്യങ്ങളെ അങ്ങ് മറന്നു പോയിട്ട് ഇപ്പോൾ ഉള്ളതിനെ ചുമ്മാ അങ്ങ് കുറ്റം പറയും. പഴയ കഷ്ടപ്പാടുകളെ നമ്മളങ്ങോട്ട് മറന്നു കളയും. ആ കഷ്ടപ്പാടുകളെ മാറ്റാനായിരിക്കും നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെ ചുമ്മാ കുറ്റം പറയും. എന്നിട്ട് പറയും പണ്ടായിരുന്നു നല്ലത്, ഇതെന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നേ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ഇന്നത്തെ വചനഭാഗത്തിലും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അവിടുന്ന് മോശ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ആ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഇടയിൽ അവർക്ക് കുറച്ച് കഷ്ടപ്പാടുകളുണ്ടായപ്പം അവർ പറയുവാണ് പണ്ട് ആ ഈജിപ്തുകാരുടെ ഇടയിൽ കിടന്നതായിരുന്നു നല്ലത്. ഈ സ്വഭാവം നമ്മളും നമ്മുടെയും ജീവിതത്തിൽ എടുക്കാറില്ല എന്നുള്ളതാണ്. കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ എന്തിനു വേണ്ടെന്ന് ഒരു നല്ല വഴിയില്ലാത്ത കൊണ്ട് റോഡ് പണിയാൻ നോക്കുവാണ്. അപ്പോൾ റോഡ് പണിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ആ റോഡ് പണിയുടെ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ പണ്ടത്തെ ആ കുഞ്ഞു വഴിയായിരുന്നു നല്ലത്, ഇപ്പം എന്ത് ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പരാതി പറച്ചിലാണ്. എന്നാൽ ഈ റോഡ് പണി കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ ചെന്നെത്തണത്, നമുക്ക് എന്തുമാത്രം സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അതൊന്നും ചിന്തിക്കുകയില്ല. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ ദാമ്പത്യ ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, ജോലി സ്ഥലങ്ങളിലും, ഇടവകയിലും എല്ലായിടത്തും ഉണ്ട്. നല്ലൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പം അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ചുമ്മാ പഴയ കാര്യം പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തും. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ. ഇതിലൊരു നിയന്ത്രണമൊക്കെ വരുത്തുന്നത് നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ നിയന്ത്രണം വരുത്തിയാലേ നമുക്ക് കൂടുതൽ നന്മയിലേക്ക് നടന്നെടുക്കാൻ പറ്റുള്ളൂ. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.